ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. 3-ാം സങ്കീർത്തനം ആണ് നാം ഇന്ന് ദൈവസന്നിധിയിൽ ചിന്തിച്ചത്. അതിൻ്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഇവിടെ സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുകയാണ്, ദൈവമേ, എൻ്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു. അടുത്തത്, എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു. 3-ാം സങ്കീർത്തനം ശത്രുവിൻ്റെ മേൽ ദൈവം നമുക്ക് നൽകുന്ന ആത്യന്തികമായ വിജയത്തെയാണ് പരിശുദ്ധ റൂഹ സൂചിപ്പിക്കുന്നത്. നാം ഇങ്ങനെ പാടാറുണ്ട്, ശത്രുക്കൾ മുൻപാകെ മേശയൊരുക്കുന്ന, ശത്രുക്കൾ മുൻപാകെ ദൈവത്തിനു സ്തോത്രം എന്നോം എന്നേക്കും, എൻ്റെ ദൈവത്തിനു 1000 ശത്രുക്കൾ ദാവീദിന് ചുറ്റും അണിനിരുന്ന സമയത്ത് ദൈവം തൻ്റെ ഭക്തന് നൽകുന്ന വിജയമാണ് ഇതിലെ പ്രമേയം. ഇത് എഴുതാനുണ്ടായ സാഹചര്യം എന്താണ്? ഇതിൻ്റെ തലക്കെട്ട് തന്നെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ്? ദാവീദ് തന്റെ മകനായ അബ്ശാലോമിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയപ്പോൾ പാടിയ ഒരു സങ്കീർത്തനം എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന്റെ ചരിത്രം 2 ശമൂവേലിന്റെ പുസ്തകം 15-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. സ്വന്തം മകനായ അബ്ശാലോം തൻ്റെ ഇസ്രായേൽ ജനത്തെ മുഴുവൻ വശീകരിക്കുന്നത് 6-12 വാക്യങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയും. ഒന്ന് വായിച്ചേ. 15-6. രാജാവിന്റെ അടുക്കൽ ന്യായവിസ്താരത്തിന് വരുന്ന എല്ലാ ഇസ്രായേലിനോടും അബ്ശാലോം ഈ വണ്ണം തന്നെ ചെയ്തു. അങ്ങനെ അബ്ശാലോം ഇസ്രായേലിന്റെ ഹൃദയം വശീകരിച്ച് 4 സംവത്സരം കഴിഞ്ഞപ്പോൾ 12-ാം വാക്യം, അബ്ശാലോം യാഗം കഴിക്കുമ്പോൾ ദാവീദിന്റെ മന്ത്രിയായ അഹിതോഫേൽ എന്ന ഗില്യാനോയെയും അവന്റെ പട്ടണമായ ഗിലോനിൽ നിന്ന് ആളയച്ചു വരുത്തി. കണ്ടോ, ഇപ്പൊ ദാവീദിന്റെ സ്വന്തം മകൻ താൻ കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കി വളർത്തിയ തൻ്റെ മകൻ അബ്ശാലോം ദാവീദിന് എതിരായി മാറി. 2-ാമത്തെ സംഭവം എന്ന് പറയുന്നത് തൻ്റെ വിശ്വസ്ത മന്ത്രിയായ അഹീത്തോഫേൽ ഊറുമാറി. അങ്ങനെ ഉള്ള വല്ലാത്ത പ്രതിസന്ധിയിൽ മനക്കരുത്ത് നഷ്ടപ്പെട്ട് ധൈര്യം ചോർന്നിട്ട് ദാവീദ് വസ്ത്രം കീറിയവനായി ചെരുപ്പിടാതെ അവൻ ഭയവും ഭീരുത്വവും ആശങ്കയും ഉള്ളവനായി ദാവീദ് കാട്ടിലേക്ക് കണ്ണീരോടുകൂടി ഓടിപ്പോകുന്ന ഒരു രംഗമാണ് ഈ സങ്കീർത്തനത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം. എന്നാൽ 3-ാം സങ്കീർത്തനത്തിൽ ആമീൻ ഹല്ലേലൂയ, കിദ്രോൻ തോട് കടന്ന് ദാവീദ് എൻ്റെ അനുഭവങ്ങൾ, സ്വന്തം മകൻ പിതാവിന് എതിരായി തിരിയുമ്പോൾ ഉണ്ടാകുന്ന ഹൃദയവേദന എത്ര വലിയതാണ്. ഈ സങ്കീർത്തനത്തിൻ്റെ 2, 4, 8 വാക്യങ്ങളിൽ കാണുന്നത് സേല എന്ന് കാണുന്നു. അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഊന്നിപ്പാടുക എന്നോ ആവർത്തിച്ച് പാടുകയോ എന്നാണ് ഇതിൻ്റെ അർത്ഥം. 2-ാം വാക്യം എന്താണ്? അവന് ദൈവത്തിങ്കൽ രക്ഷയില്ല എന്ന് എന്നെ കുറിച്ച് പലരും പറയുന്നു. അവന് ദൈവത്തിങ്കൽ രക്ഷയില്ല എന്ന് എന്നെ കുറിച്ച് പലരും പറയുന്നു. 4-ാം വാക്യം, ഞാൻ യഹോവയുടെ ഉച്ചത്തിൽ നിലവിളിക്കുന്നു, അവൻ തന്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് ഉത്തരവരുളുകയും ചെയ്തു. 8-ാം വാക്യം, രക്ഷ യഹോവയ്ക്കുള്ളതാകുന്നു, നിന്റെ അനുഗ്രഹം നിന്റെ ജനത്തിന്മേൽ വരുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിങ്കൽ രക്ഷയില്ല എന്നൊക്കെ പറയുമ്പോൾ ആവർത്തിച്ച് പാടേണ്ട ആ ഭാഗങ്ങൾ, ദൈവം വൈരികളുടെ നടുവിൽ ദൈവം ദാവീദിന് വലിയ രക്ഷ നൽകുന്ന രംഗമാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതിന് 1-ാമത്തെ വാക്യങ്ങളിൽ തന്നെ വൈരിയുടെ വലിയ പെരുപ്പം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. സ്വന്തം മകൻ എതിരായി മാറുന്നു, തൻ്റെ കൂടെ നിന്ന് ജനങ്ങൾ മുഴുവൻ ദാവീദിനെതിരായി മാറുന്നു, സ്വന്തം മന്ത്രി എതിരായി മാറുന്നു,
ദൈവത്തിന്റെ ആലോചന പോലെയായിരുന്നു അഹീത്തോബേലിന്റെ ആലോചന എന്ന് നമുക്ക് വാക്യങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് 6-12 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ആമീൻ പഴയ നിയമത്തിന് 2 ശമൂവേലിന്റെ 15 താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ രണ്ടുപേരും ദാവീദിനെതിരായി നിന്ന രണ്ടുപേരും തകരുന്ന രംഗമാണ് നമുക്ക് ഈ പുസ്തകത്തിൽ നിന്ന് പഠിക്കാനായിട്ട് സാധിക്കുന്നത്. അബ്ശലോം ദാവീദിനെതിരെ വന്നു. അബ്ശലോമിന്റെ കാട്ടിൽ നീണ്ട മുടി കരിവേലകത്തിൽ കുരുങ്ങി തന്റെ കഴുത, തന്നെ വഹിച്ചു കൊണ്ടുവന്ന കഴുത തന്നെ വിട്ട് ഓടിപ്പോകുന്ന രംഗം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 2 ശമൂവേൽ പുസ്തകം 18 9-10 പിന്നെ 14-15 വാക്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ആ രഹസ്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഇതറിഞ്ഞ യോവാബ് ഓടി വന്ന് അബ്ശാലോമിനെ തന്റെ കുന്തം കൊണ്ട് കുത്തി. തന്നോട് കൂടി ഉണ്ടായിരുന്ന 10 ബാല്യക്കാർ അവനെ അടിച്ച് കൊന്നു എന്ന് നാം വായിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ അഹീത്തോബേൽ ദാവീദിനെതിരെ ഗൂഢാലോചന ചെയ്ത അഹീത്തോബേൽ തൂങ്ങി മരിച്ച കഥയാണ് നമുക്ക് വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദാവീദ് ഒരിക്കൽ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ നീ അഹീത്തോബേലിന്റെ ആലോചനയെ അബദ്ധമാക്കണമേ എന്ന് ദാവീദ് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ദൈവം കേട്ടു. ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ഭയങ്കരനുമായ ദൈവം ദാവീദിന് വേണ്ടി എഴുന്നേൽക്കുന്ന രംഗം നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ആലോചന പരാജയപ്പെട്ടെന്ന് അറിഞ്ഞപ്പോൾ അഹീത്തോബേൽ നിരാശനായി മരിക്കുന്ന രംഗമാണ്. പ്രിയപ്പെട്ടവരെ, വൈരികൾ നമുക്കെതിരെ എത്ര ശക്തമായി എതിരായി വന്നാലും അവരുടെ ആലോചനകളെ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കുവാൻ നമ്മുടെ ദൈവം ശക്തനാണെന്നുള്ള ആ രഹസ്യം നാം മറന്നു പോകരുത്. ദാവീദിനെ കല്ലും മണ്ണും വാരിയെറിഞ്ഞ് തന്നെ തകർത്ത് തരിപ്പണമാക്കുവാൻ ശ്രമിച്ച ആളുകൾ ദാവീദിനെ വീണ്ടും രാജാവായി തിരിച്ചു കൊണ്ടുവരുന്ന രംഗം വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് പഠിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ സങ്കീർത്തനത്തിലെ 2ാമത്തെ ചിന്ത രക്ഷ ദൈവത്തിനുള്ളതാകുന്നു എന്ന വലിയ രഹസ്യമാണ് ഈ സങ്കീർത്തനത്തിലെ രണ്ടാമത്തെ വാക്യം ഒന്ന് വായിച്ച്. അവന് ദൈവത്തിൽ രക്ഷയില്ല എന്ന് എന്നെ കുറിച്ച് പലരും പറയും. നമ്മളെ കുറിച്ച് പലരും പറയുന്നുണ്ട്, അവൻ ഇനി രക്ഷപ്പെടാൻ പോകുന്നില്ല, ദൈവത്തിൽ രക്ഷയില്ല, അവൾ ഇനി രക്ഷപ്പെടാൻ പോകുന്നില്ല. ദൈവത്തിങ്കിൽ നിന്ന് പോലും അവനൊരു രക്ഷയുണ്ടാകത്തില്ലെന്ന് പലരും പറയും. നിങ്ങളെ നോക്കി പലരും വിധി എഴുതുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ 7ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. വാക്യം 7. രക്ഷയ്ക്കായി എന്റെ ദൈവമേ നീ എന്നെ രക്ഷിക്കാനായിട്ട് എഴുന്നേറ്റ് വരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സംഖ്യാപുസ്തകം 10:35 എന്താ എഴുതിയിരിക്കുന്നത്? ദൈവം രക്ഷയ്ക്കായി എഴുന്നള്ളി വരുന്നു. ദൈവം തന്നെ ജനത്തിന് രക്ഷയ്ക്കായി എഴുന്നള്ളി വരുന്ന ദൈവമാണ്. ഒന്ന് വായിച്ചേ, സംഖ്യാപുസ്തകം 10:35 എടുത്തൊരു തുറക്കെ വായിച്ചേ. സംഖ്യാപുസ്തകം 10:35. പെട്ടകം പുറപ്പെടുമ്പോൾ യഹോവേ എഴുന്നേൽക്കണമേ. അപ്പോൾ ശത്രുക്കൾ ചിതറുകയും നിന്നെ പകയ്ക്കുന്നവർ നിന്റെ മുമ്പിൽ നിന്ന്. അപ്പോൾ ദൈവം നമുക്ക് വേണ്ടി രക്ഷയ്ക്കായി എഴുന്നേറ്റ് കഴിഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ടവരെ, വേദപുസ്തകം നാം ഇങ്ങനെ വായിക്കുന്നു, ദൈവം എഴുന്നേൽക്കുന്നു. 62 സങ്കീർത്തനത്തിലാണെന്ന് തോന്നുന്നല്ലേ? ദൈവം എഴുന്നേൽക്കുന്നു, ദൈവം എഴുന്നേൽക്കുന്നു, അവന്റെ ശത്രുക്കൾ ചിതറുന്നു. പുക പതറുന്നത് പോലെ ദുഷ്ടന്മാർ
ദൈവമുമ്പാകെ പതറിപ്പോകുവാനിടയായിത്തീരും. എന്റെ പ്രിയപ്പെട്ടവരെ, യേശു സഞ്ചരിച്ച, ശിഷ്യന്മാർ സഞ്ചരിച്ച പടകിന് നേരെ കാറ്റടിച്ചു, കൊടുങ്കാറ്റടിച്ചു, തിരമാലകൾ ഉയർന്നു. എന്നാൽ എന്താ സംഭവിച്ചെന്നറിയാമോ? യേശു എഴുന്നേറ്റു, കാറ്റേ അടങ്ങുക, കടലേ ശാന്തമാകുക എന്ന് കൽപ്പിച്ചപ്പോൾ കാറ്റും കടലും ശാന്തമായി. നിന്റെ ജീവിത പടകിന് നേരെ, നിന്റെ കുടുംബത്തിന് നേരെ, നിന്റെ തലമുറയ്ക്ക് നേരെ, നിന്റെ ഭാവിക്ക് നേരെ ആഞ്ഞടിക്കുന്ന ഒരു ചുഴലിക്കാറ്റുണ്ട്, ഒരു കൊടുങ്കാറ്റുണ്ട്. ആ കാറ്റിനോട് ദൈവം കൽപ്പിക്കാൻ പോകുക, കാറ്റേ അടങ്ങൂ, കടലേ ശാന്തമാകൂ. ദൈവം കൽപ്പിച്ചാൽ കാറ്റും അടങ്ങും, കടലും ശാന്തമാകും. ശാന്തത വന്നതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. അവർ ശാന്ത തുറമുഖത്തേക്ക് അടുത്തു എന്നാണ് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നത്. അതിന്റെ 8-ാമത്തെ വാക്യം എന്താണ് വായിക്കുന്നത്? രക്ഷ യഹോവയ്ക്ക് ഉള്ളതാകുന്നു, നിന്റെ അനുഗ്രഹം നിന്റെ ജനത്തിന്മേൽ വരുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നിനക്ക് രക്ഷയില്ലെന്ന്, നീ എന്നെ രക്ഷപ്പെടാൻ പോകുന്നില്ലെന്ന് സകലരും നിന്നെ നോക്കി വിധി എഴുതുമ്പോൾ സർവശക്തനായ ദൈവം നിന്നോട് പറയുന്നു, ദൈവത്തിന്റെ മക്കളാ രക്ഷ, രക്ഷാനായകൻ നിനക്ക് വേണ്ടി വെളിപ്പെട്ട് വരുന്ന ദിവസം നിന്റെ മുമ്പിൽ വെളിപ്പെട്ട് വരാൻ പോകുകയാ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ, വിശ്വസിക്കുന്നവർ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. രക്ഷ ദൈവത്തിൽ നിന്ന് ഇറങ്ങി വരാൻ പോകുകയാ. മെലിത്ത ദ്വീപിലെ നിവാസികൾ മുഴുവൻ പറഞ്ഞു, ഇനി പൗലോസ് രക്ഷപ്പെടത്തില്ലെന്ന്. പക്ഷേ ദൈവം അത്ഭുതകരമായി പൗലോസിനെ മെലിത്ത ദ്വീപിൽ നിന്നും രക്ഷപ്പെടുത്തി. രക്ഷപ്പെടത്തിൽ നിന്നും മനുഷ്യന്റെ വിധിയെഴുത്തുകളെ മാറ്റി എഴുതുവാൻ കഴിവുള്ള ദൈവം വന്നിട്ടുണ്ട്. ആശുപത്രി നിന്നെ തള്ളിക്കളഞ്ഞിരിക്കാം, മെഡിക്കൽ സയൻസ് നിന്നെ തള്ളിക്കളഞ്ഞിരിക്കാം, ആ രോഗം സൗഖ്യമാകത്തില്ല, ആ പ്രശ്നത്തിന് പരിഹാരം ലഭിക്കത്തില്ലെന്ന് ലോകം മുഴുവൻ വിധി എഴുതിയെന്നിരിക്കാം. എന്നാൽ എന്റെ ദൈവം പറയുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ, എന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. സൗഖ്യമാക്കുന്ന ഒരു ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട്. എന്റെ പ്രശ്നങ്ങളുടെ മേൽ വിടുതലയ്ക്കുന്ന ഒരു കർത്താവ് ഇറങ്ങി വന്നിട്ടുണ്ട്. നിന്റെ വേദനകളെ പരിഹരിപ്പാൻ, കടഭാരങ്ങളെ പരിഹരിപ്പാൻ, നിനക്ക് നന്മയും കരുണയും നൽകാൻ കഴിവുള്ള ഒരു യേശു ഇവിടെ വന്നിട്ടുണ്ട്. പുതിയ നിയമത്തിൽ, പഴയ നിയമത്തിൽ ശാരീരികവുമായ ഭൗതികമായ രക്ഷയാണെങ്കിൽ, പുതിയ നിയമത്തിൽ യേശു ആത്മരക്ഷകനാണ്. പ്രിയപ്പെട്ടവരെ, യേശു എന്ന വാക്കിന്റെ അർത്ഥം തന്നെ രക്ഷകൻ എന്നാണ്. ദൂതൻ വിശുദ്ധ കന്യാമറിയാമിന്റെ അടുക്കൽ വന്ന് പറയുന്നത് ഇങ്ങനെയാണ്, സകല മനുഷ്യനെ രക്ഷിപ്പാതിരിക്കൊണ്ട് നീ അവൻ എങ്ങനെ പേര് വിളിക്കണമെന്നാ? യേശു എന്ന് പേർ വിളിക്കണം എന്നാണ് ദൂതൻ വന്ന് പറയുന്ന ആ വലിയ സന്ദേശം. യോഹന്നാന്റെ സുവിശേഷം ഹല്ലേലൂയ 4-ാം അധ്യായത്തിന് 4-ാം വാക്യത്തിൽ ഹല്ലേലൂയ ശമരിയാക്കാരത്തി സ്ത്രീ യേശുവിനെ കുറിച്ച് എന്താണ് പറയുന്നത്? 4:4 ലൂക്കോസും യോഹന്നാനും ഒക്കെ യേശുവിനെ രക്ഷകനായിട്ടാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യോഹന്നാൻ 4:4 ശമരിയാക്കാരത്തി സ്ത്രീ 4:4 എന്താ പറയുന്നത്? വെള്ളം കോരുവാൻ വന്നു. യേശു അവരോട് എനിക്ക് കുടിപ്പാൻ തരുമോ എന്ന് ചോദിച്ചു. അവന്റെ ശിഷ്യന്മാർ ഭക്ഷണ സാധനങ്ങളെ കൊണ്ടുവാൻ പട്ടണത്തിൽ പോയിരുന്നു. സന്ധ്യാസ്ത്രീ അവരോട്, നീ യഹൂദനായിരിക്കെ ആ ശമരിയാക്കാരത്തി സ്ത്രീ യേശുവിനെ ആദ്യം കാണുന്നത് ഒരു യഹൂദനെ ആയിട്ടാണ്.
പിന്നെ അവൾ ഗുരുവായിട്ട് കാണുകയാണ്. അവിടെ പാപങ്ങളെല്ലാം ആമീൻ ബോധ്യപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അവൾ യേശു ഒരു പ്രവാചകനാണെന്ന് അവൾ പറയുകയാണ്. അത് കഴിഞ്ഞപ്പോൾ യേശുവിനെ കുറിച്ച് അവൾ പറയുന്നത്, ഹല്ലേലൂയ, നീ മശിഹായാണ്, രക്ഷകനാണ്. അവൻ ആ പട്ടണം മുഴുവൻ യേശു രക്ഷകനാണെന്ന് വിളിച്ചു പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ബെഥെസ്ദ കുളക്കരയിൽ 38 വർഷം രോഗിയായി കഴിഞ്ഞ ആ മനുഷ്യനെ യേശു സൗഖ്യമാക്കി. അവൻ രക്ഷകനായി വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. പാപിനിയായ സ്ത്രീയെ യേശു അവിടെ പാപത്തിൽ നമുക്ക് മോചനം കൊടുക്കുകയാണ്. എല്ലാവരും കല്ലെറിയാൻ ഹല്ലേലൂയ പിടിക്കപ്പെട്ട വ്യഭിചാരിയായ സ്ത്രീയെ യേശു ചോദിക്കുകയാണ്, നിങ്ങൾ പാപമില്ലാത്തവർ ആദ്യം അവളെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞ് ആമീൻ. ഇനി അവിടെ പാപങ്ങളെ യേശു മോചിച്ചു കൊടുക്കുന്ന ആ കാഴ്ചയാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. ആ പക്ഷവാതക്കാരൻ യേശുവിന്റെ അരികിലേക്ക് വന്നപ്പോൾ ആ പക്ഷവാതക്കാരനോട് പറയുകയാണ്, ഹല്ലേലൂയ, നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യോസേഫിനും മറിയയ്ക്കും കൊടുക്കുന്ന ആ സന്ദേശം യേശു രക്ഷകനായി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ള വലിയ സന്ദേശമാണ് കൊടുക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ യഹൂദന്റെ പാപം വഹിച്ചുകൊണ്ട് ആമീൻ, ലേവ്യാപുസ്തകം 16:21 യഹൂദന്റെ പാപം വഹിച്ചുകൊണ്ട് ഒരാട് പുറപ്പെടുന്നത് നമുക്ക് ലേവ്യാപുസ്തകം 16:21 വായിക്കാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ടാണ് പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് യേശു കൃത്യമായി വെളിപ്പെടുത്തുവാൻ ഇടയായി തീർന്നത്. ഹല്ലേലൂയ. ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് അതുകൊണ്ടാണ് യോഹന്നാൻ യേശുവിനെ കുറിച്ച് വിളിച്ചു പറഞ്ഞത്. സക്കാവോസിന്റെ വീട്ടിൽ യേശു ചെല്ലുന്നു, ഇന്ന് നിന്റെ വീട്ടിൽ ഞാൻ പാർക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് യേശു അവനോട് പറയുകയാണ്. ഇന്ന് ഈ വീട് രക്ഷ വന്നു, ഇന്ന് ഈ വീട് രക്ഷ വന്നു എന്നാണ് തിരുവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. യേശു നീതിമാന്മാരെയല്ല പാപികളെ രക്ഷിപ്പാനത്രേ യേശു വന്നത് എന്ന് തിരുവചനത്തിൽ വായിക്കുന്നു. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശുവേ, ഞാനൊരു പാപിയാണ്, അവിടുന്ന് എന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി കാൽവരി ക്രൂശിൽ മരിച്ചു, അവിടെ നടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അങ്ങയിൽ ഞാൻ എന്റെ ഹൃദയം മനസ്സ് സമർപ്പിക്കുന്നു, അവിടുന്ന് എന്റെ ഉള്ളിലേക്ക് വരണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോൾ യേശു നമ്മളിലേക്ക് വന്നിട്ട് നമ്മുടെ പാപങ്ങളെ അവിടുന്ന് ക്ഷമിച്ച് നമ്മളെ അവിടുത്തെ മക്കളും അവകാശികളുമാക്കി തീർക്കുന്നു. വിശ്വാസത്താൽ സൗജന്യമായി ഈ രക്ഷ നമുക്ക് സായത്തമാക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ആ സങ്കീർത്തനത്തിൽ 3:5 താങ്ങുന്ന ദൈവത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ്. താങ്ങുന്ന ദൈവത്തെ 3:5 ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നുമിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം താങ്ങിയെങ്കിലേ നമുക്ക് ഉണരാനൊക്കത്തുള്ളൂ. ഞാൻ ഉണരുമ്പോൾ നിന്നെ രൂപം കണ്ട് തൃപ്തരാകുമെന്നാണ് തിരുവചനത്തിലൂടെ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നത്. ഹല്ലേലൂയ. പ്രതിസന്ധികളുടെ നടുവിൽ, വെല്ലുവിളികളുടെ നടുവിൽ, പോരാട്ടങ്ങളുടെ നടുവിൽ ഹല്ലേലൂയ അബ്ശാലോമും അതുപോലെ തന്നെ ഇസ്രായേൽ സൈന്യം മുഴുവൻ ഹല്ലേലൂയ ജനങ്ങളെല്ലാം ദാവീദിനെതിരാകുമ്പോഴും ദാവീദ് സമാധാനത്തോടെ കിടന്നുറങ്ങുകയാണ്. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നതിന് പിഞ്ചു കുഞ്ഞ് അമ്മയുടെ തോമാറിൽ തോളിൽ സമാധാനത്തോടെ കിടന്നുറങ്ങുന്നതുപോലെ ദാവീദ് ദൈവത്തിന്റെ കൈകളിൽ ഉറങ്ങുകയാണ്. ഞാൻ അവനുള്ള കയ്യിലിരിക്കയാൽ ആരുമില്ലേനിക്കു Oh
വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ, പത്രോസിന്റെ കൈമേലും കാലുമേലും എല്ലാം ചെങ്ങലയിട്ട് 10-16 പടയാളികൾ കാരാഗൃഹത്തിന്റെ വാതിക്കൽ ആമേൻ കാവൽക്കാരെ വെച്ച് പത്രോസിനെ പൂട്ടി ഇട്ടുകൊണ്ടിരിക്കുകയാണ്, പിറ്റേ ദിവസം കൊന്നുകളയാൻ വേണ്ടി. പക്ഷെ പത്രോസ് സുഖമായി പടയാളികളുടെ നടുവിൽ കിടന്നുറങ്ങി. പത്രോസിന് നല്ല നിർഭയമായി ഉറങ്ങുവാൻ സർവശക്തനായ ദൈവം കൃപ പകർന്നു. പ്രതികൂലങ്ങളെ കണ്ട് നീ ഭയപ്പെടണ്ട. നിന്റെ ദൈവം പ്രതികൂലങ്ങളിൽ ഇറങ്ങി വന്ന് പരിചയമായി നിന്നെ സഹായിക്കുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിനേക്കാൾ അധികം സന്തോഷം കൊണ്ട് ദൈവമേ നിന്റെ ഹൃദയത്തെ നിറച്ചിരിക്കുന്നു. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എന്താ സംഭവിച്ചെന്നറിയാമോ? നമ്മുടെ ദാനിയേലിനെ കൊണ്ട് രാജാവ് ഇവിടെ കൊണ്ടിട്ടു. സിംഹക്കുഴിക്കകത്ത് ദാനിയേലിനെ രാജാവ് കൊണ്ടിട്ടു. പക്ഷെ എന്താ സംഭവിച്ചത്? ദാനിയേൽ സിംഹത്തിന്റെ വായെ ദൈവം തന്നെ ദൂതനെ അയച്ച് സിംഹത്തിന്റെ വായെ അടച്ചു കളഞ്ഞു. സിംഹത്തിന്റെ വായെ അടച്ചു കളഞ്ഞു. ദാനിയേലിൻ പ്രാർത്ഥന ദൈവം കേട്ട പ്രാർത്ഥന. കുട്ടികൾക്ക് BBS പഠിപ്പിക്കുന്ന മനോഹരമായ പാട്ടാണ്. ദാനിയേലിൻ പ്രാർത്ഥന ദൈവം കേട്ട പ്രാർത്ഥന, സിംഹത്തിൻ വായടച്ചൊരു പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, ദാനിയേൽ ഹല്ലേലൂയ സിംഹക്കുഴിയിൽ ആയിരിക്കുന്നു. നമുക്കൊരു പാട്ടുണ്ട്, ദാനിയേൽ സിംഹക്കുഴിയിൽ ആയിരിക്കുമ്പോൾ എന്താ സംഭവിച്ചതറിയാമോ? സിംഹത്തിന്റെ വായെ ആരടച്ചു? ദൈവം അടച്ചു. ദാനിയേൽ സിംഹത്തിന്റെ മുകളിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങുകയാണ്. സിംഹക്കൂട്ടിൽ കിടന്ന് ദാനിയേൽ സുഖമായി ഉറങ്ങുന്നു. സിംഹക്കൂട്ടിലിട്ട് രാജാവിന് ഉറക്കം വന്നില്ല. ദൈവത്തിന്റെ ശക്തി അത്ര ഭയങ്കരമാണ്. നമ്മളൊരു മനോഹരമായ പാട്ടുണ്ട്, അഗ്നികുണ്ഡത്തിലും അഗ്നി ദൈവമേ കൂട്ടാളിയാണ്. അഗ്നികുണ്ഡത്തിലും സിംഹക്കുഴിയിലും ദാനിയേൽ ദൈവമേ കൂട്ടാളിയാണ്. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദമായ ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദമായ കർത്തങ്ങൾ
സിംഹത്തിന്റെ വായെ ദൈവം അടച്ചു. സിംഹത്തിന്റെ വായെ ദൈവം അടച്ചു. എത്ര അത്ഭുതവാനായ ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും പറഞ്ഞു ഇനി ദാനിയേല് രക്ഷപ്പെടത്തില്ലെന്ന്. ദാനിയേലിന് സിംഹക്കൂട്ടി കൊണ്ട് ദാനിയേലിനെ കൊണ്ട് ഇട്ടിരിക്കുക. ഇനി ദാനിയേൽ രക്ഷപ്പെടത്തില്ലെന്ന് എല്ലാവരും വിധി എഴുതി. പക്ഷെ ദാനിയേൽ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. നീ രക്ഷപ്പെടത്തില്ലെന്ന് എല്ലാരും നിന്നെ നോക്കി പറയുന്നുണ്ടെങ്കിലും നിന്നെ രക്ഷിപ്പാൻ കഴിവുള്ള ദൈവം വന്നിട്ടുണ്ട്. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. കേൾപ്പാൻ കഴിയാതെ വണ്ണം ദൈവത്തിന്റെ ചെവി മന്ദമായിട്ടില്ല എന്നുള്ള കാര്യം നാം മറന്നു പോകരുതേ. പ്രിയപ്പെട്ടവരെ, താങ്ങുന്നവരാണ് നമ്മുടെ ദൈവം. നമ്മളെ താങ്ങി വഴി നടത്തുന്നതിന് ഹാഗറും തന്റെ മകനും കൂടെ മരുഭൂമിയിലേക്ക് പോവുകയാണ്. മരുഭൂമിയിൽ ചെന്നപ്പോൾ അവിടെ കയ്യിലുണ്ടായിരുന്ന അപ്പവും വെള്ളവും എല്ലാം തീർന്നു പോയി. എന്റെ പ്രിയ സഹോദരങ്ങളെ, അത്ഭുതം ദൈവം ചെയ്യുകയാണ്. ആ കുഞ്ഞിന്റെ കരച്ചിൽ എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞ് ഒരമ്പിൻപാട് മാറുന്നു. അമ്മാതാവ് പൊട്ടിക്കരയുകയാണ്. എന്റെ ദൈവമേ, ഞങ്ങൾ ഈ മരുഭൂമിയിൽ മരിച്ചു പോകാൻ നീ അനുവദിക്കരുത്, ഞങ്ങളെ സഹായിക്കണമേ. ആ മരുഭൂമിയിൽ ദൈവം ഹാഗറിന് വേണ്ടി ഒരു നീരുറവ തുറന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, താങ്ങുന്ന ദൈവം ഒരു നീരുറവ നിന്റെ മുമ്പിൽ തുറന്നു തരാൻ പോവുകയാണ്. കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. 3-ാം അധ്യായം 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. സങ്കീർത്തനം. എന്റെ തല ഉയർത്തുന്ന ദൈവം. ഒന്ന് വായിച്ചേ. 3:3. എന്റെ തല ഉയർത്തുന്ന ദൈവം. നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നതിനുമാകുന്നു. പ്രിയപ്പെട്ടവരെ, ദാവീദ് തല മൂടി തല കുനിച്ച് നിരാശനായി ശത്രുക്കളുടെ വെല്ലുവിളികളുടെ മുമ്പിൽ ആമീൻ അവൻ തന്റെ സ്വന്തം ജനത്തിന്റെ മധ്യത്തിൽ തന്റെ മകൻ, തന്റെ വിശ്വസ്ത മന്ത്രി, ആമീൻ തന്റെ ജനമെല്ലാം തനിക്കെതിരായപ്പോൾ തല കുനിച്ച് കരഞ്ഞ് തലയിൽ മുണ്ടിട്ടോണ്ട് പോയ ദാവീദ് ഇപ്പോൾ പറയുകയാണ്, ആമീൻ എന്റെ ദൈവം എന്റെ തല ഉയർത്തുന്നവനായ ദൈവമാണ്. നിന്നെ നിന്ദിക്കുന്നവരുടെ മുമ്പിൽ, പരിഹസിക്കുന്നവരുടെ മുമ്പിൽ, അവമാനിക്കുന്നവരുടെ മുമ്പിൽ, ഒറ്റപ്പെടുത്തുന്നവരുടെ മുമ്പിൽ, ആമീൻ നിന്നെ ചെറുതായി കാണുന്നവരുടെ മുമ്പിൽ നിന്റെ തല ഉയർത്താൻ ദൈവം പുതിയ ചില വഴികൾ ഒരുക്കിക്കൊണ്ടിരിക്കുക. വിശ്വസിക്കുന്നവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. അതുകൊണ്ടാണ് അവിടെ പറയുന്നത്, എനിക്ക് ചുറ്റും പരിചയായി എന്റെ ദൈവമുണ്ട്. ആവർത്തനം 33:29 വായിച്ചേ. ഹല്ലേലൂയ. 11 വായിച്ചേ. അബ്രഹാം 15:1 ദൈവം അബ്രഹാമിനോട് പറയുകയാണ്. 15:1 ഞാൻ നിന്റെ പരിചയം അതിമഹത്തായ പ്രതിഫലവുമാണ്. എന്നാൽ ശത്രുവിന്റെ ആക്രമണങ്ങൾ നിനക്ക് നേരെ വരുമ്പോൾ, നിനക്ക് നേരെ ശത്രുവിന്റെ ഉപദ്രവങ്ങൾ വരുമ്പോൾ വിശ്വാസത്തിന്റെ പരിച കയ്യിൽ പിടിക്കണം. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ശത്രുവിന്റെ തീയമ്പുകൾ നിങ്ങൾക്ക് നേരെ വരുമ്പോൾ നിങ്ങൾ വിശ്വാസത്തിന്റെ പരിച കൈകളിൽ ഏറണം. ഇവിടെ വായിച്ച് എടുത്തത് വായിച്ചു എടുത്തത് ഏത് അധ്യായം വായിച്ചു 35 33:29 ആവർത്തനം. മറ്റേത് 15:1. ആ 33:29 വായിച്ചു. ആവർത്തനം 33:29 വായിച്ചു. ഉൽപ്പത്തി 15:1 വായിച്ചേ. നീ എനിക്ക് ചുറ്റും പരിചയ. അബ്രഹാമിനോട് ദൈവം പറയുകയാണ്, ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലമാണ്, ഞാൻ നിന്റെ പരിചയമാണ്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ 91-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ എന്താ വായിക്കുന്നത്? അവിടെയും പരിചയമായ ദൈവത്തെ പറ്റി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു.
നമുക്ക് ചുറ്റും പരിചയാണ്, ചുറ്റും ശത്രുക്കൾ. ആമീൻ. നിനക്ക് നേരെ വരുമ്പോൾ അല്ലെങ്കിൽ നിനക്കും ആമീൻ ചുറ്റും വായിച്ചു. ആ 91:4 തന്റെ തുണകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവന്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവന്റെ വിശ്വസ്തത നിനക്ക് പലകയും ആകുന്നു. കണ്ടോ, അവന്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാകുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ വായിച്ചു പോകുന്നില്ല. ഇപ്പോൾ ദാവീദിന് ചുറ്റും ദൈവം പരിചയമായി നിൽക്കുകയാണ്. ദൈവം ചുറ്റും പരിചയമായി നിൽക്കുകയാണ്. തലതിരി അവൻ കുരിച്ച് ഓടിപ്പോയ ദാവീദിന് ചുറ്റും പരിചയ. ഹാമാൻ നിനക്കെതിരെ ആമീൻ കല്ലിനെ തകർക്കാൻ മൊർദെഖായിയെ നിനക്ക് വിരോധമായി ആമീൻ കുരുക്കും കെണിയും ഒരുക്കുമ്പോൾ നീ ഓർത്തുകൊള്ളുക, സർവശക്തനായ ദൈവം ആമീൻ മൊർദെഖായിയെ മാനിച്ചതുപോലെ ഹാമാൻ മൊർദെഖായിക്കെതിരെ കഴിവുണ്ടാക്കി. മൊർദെഖായിയെ കഴിവരത്തിൽ കേട്ടാൻ പ്ലാൻ ചെയ്തു. പക്ഷെ ദൈവം അവന്റെ തല ഉയർത്തുവാൻ തീരുമാനിച്ചു. പ്രാർത്ഥിക്കുന്ന ആമീൻ വിശ്വസിക്കുന്ന ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന നിന്റെ തല മൊർദെഖായിയുടെ തല ഉയർന്നതുപോലെ, യോസഫിന്റെ തല ഉയർത്തിയതുപോലെ നിന്റെ ശത്രുക്കളുടെ മുമ്പാകെ നിന്റെ തലയെ ദൈവം ഉയർത്തും. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. വാക്യം ആമീൻ ആമീൻ. 3-ാം സങ്കീർത്തനം 4-ാം വാക്യം. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ഞാൻ യഹോവയോട് ഉച്ചത്തിൽ നിലവിളിക്കുന്നു. അവൻ തന്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് ഉത്തരവാദിക്കുകയും ചെയ്യുന്നു. നമ്മുടെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവം. ഭാരം, വേദന, ഒറ്റപ്പെടുത്തൽ, നിന്ന, അപമാനം എല്ലാം ഉണ്ടാകുമ്പോൾ നീ ദൈവസന്നിധിയിൽ ഉച്ചത്തിൽ നിലവിളിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് ദൈവം കേൾക്കുക മാത്രമല്ല, നീതിമാന്റെ പ്രാർത്ഥന കേട്ട് പ്രതിർക്കിയ നടത്തി രക്ഷിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ഹല്ലേലൂയ. അതിന് മറുപടി തന്ന് ആമീൻ ആമീൻ പ്രവർത്തിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. സകല ജഡവും നിന്റെ അടുക്കിലേക്ക് വരുന്നു. പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ, സകല ജഡവും നിന്റെ അടുക്കലേക്ക് വരുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ പൈതല് ദാവീദിനെതിരെ ചുറ്റും ശത്രുക്കൾ തിരിഞ്ഞു. 1000 ശത്രുക്കൾ തനിക്കെതിരെ തിരിഞ്ഞു. തന്റെ വിശ്വസ്ത മന്ത്രി തനിക്കെതിരായി. തന്റെ സ്വന്തം മകൻ അബ്ശാലോം തനിക്കെതിരായി. പക്ഷെ ദൈവം ആമീൻ തലകുലിക്കാൻ അവസരം കൊടുത്തില്ല. തലകുലിച്ച് മുണ്ടിട്ട് ആമീൻ കൊട്ടാരം വിട്ടിറങ്ങിയ ദാവീദിനെ ആമീൻ എല്ലാവരും ചേർന്ന് ആമീൻ സ്വീകരിച്ചുകൊണ്ട് വീണ്ടും രാജാവായി കൊണ്ടുവരുന്ന നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവം. ദാവീദിനെതിരെ ഗൂഢാലോചന ഒരുക്കിയവരെ എല്ലാം ദൈവം തച്ചുടച്ചുകൊണ്ട് അവരുടെ പദ്ധതികളെ മുഴുവൻ ദൈവം തകിടം മറിച്ചുകൊണ്ട് അത്ഭുതം പ്രവർത്തിച്ചൊരു ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു. അവിടുന്ന് സമാധാനത്തിന്റെ പ്രഭുവാണ്. അവിടുത്തെ ദിവ്യ സമാധാനം കൊണ്ട് അവിടെ നമ്മെ നിറയ്ക്കാൻ മതിയായ ദൈവമാണ്. ഈ സങ്കീർത്തനത്തിന്റെ ഓരോ ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിൽ നിന്നുള്ള ഇനിയും രക്ഷപ്പെടത്തില്ലെന്ന്, ഇനിയും ദൈവത്തിൽ നിന്ന് പോലും രക്ഷ കിട്ടത്തില്ലെന്ന് വിധി എഴുതുന്നിടത്ത് ദൈവത്തിൽ തന്നെ രക്ഷ പുറപ്പെടാൻ പോവുകയാണ്. നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് രക്ഷ കിട്ടത്തില്ലെന്ന്, നിങ്ങളാരും രക്ഷപ്പെടാൻ പോകുന്നില്ലെന്ന് ആമീൻ. നിങ്ങളെ നോക്കി വിധി എഴുതുന്നവരുടെ മുമ്പിൽ നിങ്ങൾ രക്ഷിപ്പാൻ യേശു വാനമേഘങ്ങളിൽ എഴുന്നള്ളി വരാൻ പോകുക. വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ.